മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമായി. ചോറിനോടൊപ്പവും ഒട്ടുമിക്ക പലഹാരങ്ങളോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുട്ടകളെല്ലാം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി വരട്ടിയെടുക്കാം. ഇതിലെ ഈ കാണുന്ന ജലാംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി മുട്ട നന്നായിട്ട് വരണ്ട് കിട്ടാൻ കുറഞ്ഞതൊരു 3-4 മിനിറ്റ് എടുക്കും. അതുവരേക്കും നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമ്മളിവിടെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ശേഷം ഇങ്ങനെ അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആ ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഈ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അങ്ങനെ കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇവ രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം തുടരെ ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണക്ക് മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച സവാളയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം. സാധാരണ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സവാള വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം മതി. പക്ഷേ ഇത് അതുപോലെയല്ല. മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം സവാള വഴറ്റിയെടുക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വരെ തീ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ട് വേണം നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. സവാളയുടെ കളർ ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിനും ഒരുപാട് വ്യത്യാസം വന്ന് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി പേസ്റ്റാണ്. ഇവിടെ നമ്മൾ 2 ചെറിയ തക്കാളിയാണ് അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തതിന് ശേഷം വഴറ്റിയ സവാളയിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമുക്കിതൊന്ന് തുടരെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വഴണ്ട് അതിലെ ആ ഒരു ജലാംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി, ഒപ്പം തന്നെ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടുകളും നല്ലതുപോലെ മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 600 ml ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞ് ഈ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വരട്ടി മാറ്റി വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ അവസരത്തിൽ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരല്പം ഉപ്പും അതുപോലെ എരിവ് നോക്കിയിട്ട് എത്രത്തോളം കുരുമുളക് പൊടി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരല്പം 1/4 ടീസ്പൂണിൽ വളരെ താഴെ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിളക്കി ചെറിയ തോതിലൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ചോറിനും ഒട്ടുമിക്ക പലഹാരങ്ങളോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു മുട്ടക്കറി റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.